ഉഡായിപ്പ് സർവേകളുടെ കൂറ്റൻ കാലമാണ്. രാവിലെ ചാനലുകൾ തുറന്നാൽ സർവേയോട് സർവേ. 5 ആളുകൾ 4 ആളുകൾ വന്ന് നിൽക്കുന്നു, അവർ ഓരോ മണ്ഡലം എടുക്കുന്നു, മണ്ഡലത്തെക്കുറിച്ച് അങ്ങ് അഭിപ്രായം പറയുന്നു. ഉടൻ തന്നെ സ്ക്രീനിൽ ചില കാര്യങ്ങൾ വരുന്നു, 3Dയിൽ വരുന്നു, AI വരുന്നു, വേണ്ട ബഹളമാണ്. അവസാനം ഒരു ചാനൽ പറയുന്നു UDF ആണ്, ഒരു ചാനൽ പറയുന്നു LDF ആണ്. എന്താണ് ഇതിൻ്റെ പൊള്ളത്തരവും കള്ളത്തരവുമെന്ന് മലയാളി കൃത്യമായി തിരിച്ചറിഞ്ഞിരിക്കണം. മലയാള മനോരമ ചാനൽ ഒരു സർവേ നടത്തിയാൽ അത് UDF അനുകൂല സർവേ ആയിരിക്കത്തില്ലേ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചാൽ അവർ ദോഷൈകതൃക്കളെന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്താനാവില്ല. കാര്യം മനോരമ ഒരു കോൺഗ്രസ് UDF ലൈനിൽ നിൽക്കുന്ന ഒരു ചാനലാണ്. മനോരമ പത്രമൊക്കെ അങ്ങനെ തന്നെയാണ്, എല്ലാ കാലവും അങ്ങനെ തന്നെയാണ്. ഇടതുപക്ഷത്തോടൊന്നും വലിയ കൂറുള്ളൊരു ഇല്ല, BJPയോട് ഒട്ടുമില്ല. മാതൃഭൂമി സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ പല കാലത്തും പുരോഗമനപരമായിട്ടൊക്കെ ചിന്തിക്കുകയും പല കാര്യങ്ങൾ പറയുകയും ചെയ്തെങ്കിലും ഇപ്രാവശ്യത്തെ അവരുടെ സർവേ നാശകോശയായി. പിന്നെ മലയാളം ന്യൂസ് ചാനൽ എന്ന് പറഞ്ഞാൽ 24 മലയാളം എന്നൊക്കെ പറഞ്ഞ ന്യൂസ് ചാനലൊക്കെ ഉണ്ട്, ഹർഷനൊക്കെ ഉള്ള അവർ സർവേ നടത്തി. അവർ അല്ലെങ്കിലും ഇടതുപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഈ വർത്തമാനം അത്രയും പറഞ്ഞ് സമയം കളയുന്നത്. അവരുടെ ചാനൽ പറയുന്നത് 90 സീറ്റിൽ വരുമെന്നാണ്. കൈരളി ചാനൽ സ്വാഭാവികമായിട്ട് CPM വരുമെന്നേ പറയുള്ളൂ. മീഡിയ 1 സ്വാഭാവികമായിട്ട് UDF വരുമെന്നേ പറയുള്ളൂ. 24നെ സംബന്ധിച്ചിടത്തോളം അവരും ഇതിങ്ങനെയാണ്. അപ്പോൾ ചാനലുകൾ നടത്തുന്ന ഈ തട്ടിക്കൂട്ട് സർവേകളും യഥാർത്ഥ സർവേയുമായിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് മലയാളി അറിഞ്ഞിരിക്കണം. സർവേ എന്ന് പറഞ്ഞാൽ 4 ആളുകളെടുത്ത് പോയി 40 ചോദ്യം ചോദിച്ച് വന്ന് അതല്ല സർവേ. അക്കാഡമിക് സർവേ ഉണ്ട്, റിസർച്ച് സർവേ ഉണ്ട്, ഇതുപോലത്തെ തട്ടിക്കൂട്ട് സർവേ ഉണ്ട്. ഒരു ഒപ്പീനിയൻ പോൾ എന്നൊക്കെ പറയുന്ന ഒരു സർവേ ഉണ്ട്. ഈ ഒപ്പീനിയൻ പോൾ എന്നൊക്കെ പറയുന്നത് ചുമ്മാ ഏതെങ്കിലും മാർക്കറ്റിൽ പോയി അല്ലെങ്കിൽ ഏതെങ്കിലും ബീച്ചിൽ പോയി പാർക്കിൽ പോയി അടുത്തടുത്തിരിക്കുന്ന സുഹൃത്തുക്കളോട് സംസാരിച്ച് അവരെല്ലാം മിക്കവാറും എല്ലാം ഒരാൾ പറയുന്ന അടുത്ത ആളിനെ സ്വാധീനിക്കും, മിക്കവാറും എല്ലാം ഒരേ കാറ്റഗറി ഉള്ളവരായിരിക്കും. ഇപ്പം അതുകൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന റിസൾട്ടുകളൊന്നും ഒരു കാരണവശാലും നമുക്കൊരു അക്കാഡമിക്കലായി കണക്കാക്കാൻ പറ്റില്ല. അക്കാഡമിക്കായിട്ട് നടത്തുന്ന, വളരെ ടൈം എടുത്ത് നടത്തുന്ന, ഒരുപാട് നമ്പർ ഓഫ് സാമ്പിൾസ് എടുക്കുന്ന, വെറൈറ്റി ഓഫ് സാമ്പിൾസ് എടുക്കുന്ന, അതുപോലെ ആളുകളുടെ ഏജ്, അവരുടെ കാസ്റ്റ്, പിന്നെ അവരുടെ റിലീജിയൻ, അവരുടെ പിന്നെ തൊഴിൽ, പിന്നെ അവരുടെ ഫീമെയിലാണോ മെയിലാണോ, അവരുടെ ഒരുപാട് ഘടകങ്ങളെ വെച്ചുകൊണ്ടുള്ള അക്കാഡമിക്കായിട്ടുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ടുള്ള സർവേകളാണ് യഥാർത്ഥത്തിലുള്ള നല്ല സർവേകൾ. അത് മോർ ഓർ ലെസ് ശരിയായിരിക്കുകയും ചെയ്യും. കാരണം ഒരു ക്രോസ് പ്രൊഫൈൽ ജനങ്ങളിൽ നിന്നെടുക്കുന്ന, ഒരു ക്രോസ് പ്രൊഫൈൽ ആളുകളിൽ നിന്നെടുക്കുന്ന ഒരു സർവേയാണ്. അത് യൂത്തിൽ നിന്നെടുക്കും, സീനിയർ സിറ്റിസണിൽ നിന്നെടുക്കും, ഹൗസ് വൈഫ്സ്മാരിൽ നിന്നെടുക്കും, അങ്ങനെ പ്രൊഫഷണലിൽ നിന്നെടുക്കും, അങ്ങനെ വ്യത്യസ്ത ആളുകളിൽ നിന്നെടുക്കുന്ന ഒരു ക്രോസ് പ്രൊഫൈൽ സർവേ എന്ന് പറയുന്നത് പലപ്പോഴും ശരിയായിരിക്കും. ആൻറ്റി ഇൻകംബൻസ് ഉണ്ടോ, അല്ലെങ്കിൽ ഡെവലപ്മെൻ്റ് ആണോ വന്നിട്ടുണ്ടോ, പിന്നെ പ്രസൻറ്റ് MLA ശരിയാണോ, അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, അവിടുത്തെ ജാതി സമവാക്യങ്ങൾ മാറിയിട്ടുണ്ടോ, ഇങ്ങനെ 100 കണക്കിന് പാരാമീറ്റേഴ്സ് യാഡ്സ്റ്റിക്ക് എടുത്തുകൊണ്ട് നടത്തുന്ന അക്കാഡമിക് സർവേകളുണ്ട്. അതാണ് റിസൾട്ട് വരുന്നത്. ഇതിപ്പോൾ സംഭവിക്കുന്നത് ഓരോ ആഴ്ച സർവേ നടത്തുന്നത്. എവിടെ നിന്നാണ് ഇവർക്ക് ഇത്രയും പണം, ഇത്രയും സംവിധാനം, ഇത്രയും മാൻ പവർ ഈ സർവേ ഒരാഴ്ച സർവേ നടത്താൻ? അപ്പോൾ ഇത് ഉഡായിപ്പ് സർവേയാണ്. സതീശനൊക്കെ പറയുന്ന പോലെ പലതും പെയ്ഡ് സർവേയാണ്, ചുമ്മാ തള്ളി മറിക്കുകയാണ്. സോഷ്യൽ മീഡിയയിലും ചാനലുകളിലും വന്നിട്ട് ഉഡായിപ്പ് സർവേകൾ നടത്തി, ഒരു വളരെ പ്രാകൃതമായ സർവേകൾ നടത്തി, അക്കാഡമിക് സർവേകളുടെ വില കൂടി കളയുന്ന രീതിയിലാണ് പലപ്പോഴും കേരളത്തിലെ ചാനലുകൾ സർവേ നടത്തുന്നത്. നിങ്ങൾ ഇങ്ങനെ സർവേ നടത്തുന്നതുകൊണ്ട് യാതൊരു പ്രയോജനമില്ല എന്നുള്ളതാണ് അതിൻ്റെ വളരെ പ്രധാനപ്പെട്ട കാര്യം. നിങ്ങൾ VK ശ്രീകണ്ഠൻ പിന്നെ 2 പ്രാവശ്യവും തോറ്റു എന്ന് പറഞ്ഞു. VK ശ്രീകണ്ഠൻ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. നിങ്ങൾ മുരളീധരൻ അവിടെ വടകരയിൽ ജയിക്കുമെന്ന് പറഞ്ഞു, പിന്നെ ഇത് ചെയ്യുമെന്ന് പറഞ്ഞു. നമ്മുടെ തൃശ്ശൂരിൽ മുരളീധരൻ ജയിക്കുമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി തോറ്റു പോകുമെന്ന് പറഞ്ഞു. സുരേഷ് ഗോപി ജയിച്ചു. അപ്പോൾ ഓരോ മണ്ഡലത്തിലും ഇങ്ങനെ നിങ്ങൾ പറയുന്നതല്ല ശരിക്കും സംഭവിക്കും. കുണ്ടറയിൽ നിങ്ങൾ മേഴ്സിക്കുട്ടിയമ്മ ജയിക്കുമെന്ന് പറഞ്ഞ് ആഘോഷമാക്കി. പക്ഷേ 14 ദിവസം മാത്രം വോട്ടെടുപ്പിന് കിട്ടിയ വിഷ്ണുനാഥാണ് അവിടെ പോയി ജയിച്ചത്. അപ്പോൾ ഓരോ മണ്ഡലവും എടുത്തിട്ട് പറയുന്നതൊന്നാണ്, നടക്കുന്നത് മറ്റൊന്നാണ്. അതിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ സർവേകളിൽ വരുന്ന ഉഡായിപ്പുകളാണ്. അപ്പോൾ ഉഡായിപ്പ് എന്ന് പറയുമ്പോൾ യാതൊരു അക്കാഡമിക്കായിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ഏതെങ്കിലും ഏജൻസികളെ ഏൽപ്പിച്ച്, ഏതെങ്കിലുമൊക്കെ പിന്നെ PR ഏജൻസി ഏൽപ്പിച്ച് അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ചുള്ള ഒരു സർവേ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ആളുകളെയൊക്കെ കണ്ട് ഒരു വിവരം കൺസോൾഡേറ്റ് ചെയ്ത് കൊണ്ടുവരും. അത് ഒരു ക്രിട്ടിക്കൽ മാസിനെ, ഒരു ക്രോസ് പ്രൊഫൈൽ സൊസൈറ്റിയെ റെപ്രസെൻ്റ് ചെയ്യുന്ന സാമ്പിളേ ആയിരിക്കില്ല. അങ്ങനെ ചെയ്യുന്ന സർവേകൾ ബോഗസാണ്, ഉഡായിപ്പാണ്. അത് കൊണ്ടുവന്നിട്ടാണ് ആഘോഷിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിൽ UDF വരുമോ, LDF വരുമോ, NDA സീറ്റ് പിടിക്കുമോ,
നോക്കൂ, ചില സർവേകൾ പറയുന്നു NDA 0-ലേക്ക് പോകും, നേമത്തെ പോലും ജയിക്കത്തില്ല. ചിലർ പറയുന്നു 5-ലേക്ക് പോകും, ചിലർ പറയുന്നു 9 മണ്ഡലങ്ങളിലേക്ക് പോകും, ചിലർ പറയുന്നു 10 മണ്ഡലങ്ങളിലേക്ക് പോകും. അങ്ങനെ വളരെ രസകരമാണ്. ചിലർ പറയും ഇത് 10 മണ്ഡലത്തിലേക്ക് പോയാൽ പിന്നെ കഥ മാറില്ലേ, UDF-ന് അധികാരം വരുമോ, LDF-ന് അധികാരം വരുമോ. ചിലർ പറയുന്നു 10ഓളം സീറ്റ് BJP പിടിക്കുകയും LDF അധികാരത്തിൽ വരികയും ചെയ്യുമെന്ന് പറയുന്നു. ചിലർ പറയുന്ന 5 സീറ്റുകൾ NDA പിടിക്കുകയും UDF അധികാരത്തിൽ വരും. അപ്പോൾ ഓരോ ചാനലുകളും അവരവരുടെ വിൻസ് ആൻഡ് ഫാൻസി അനുസരിച്ച് അവരുടെ രാഷ്ട്രീയ താല്പര്യങ്ങൾ കൂടി ഇതിനകത്ത് കയറി വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു പരിമിതിയാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ ഇങ്ങനെ എല്ലാവരും കൂടി കിടന്ന് അലറി വിളിക്കുന്നത് കൊണ്ട് ഇതിനൊരു വിശ്വാസ്യത കേരള സമൂഹത്തിന് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇത് പെയ്ഡ് സർവീസുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ്, പെയ്ഡ് സർവേകളായി എല്ലാം മാറിക്കൊണ്ടിരിക്കുന്നു. ആളുകൾ പണം കൊടുത്ത്, ഏതെങ്കിലും ഏജൻസിക്ക് പണം കൊടുത്ത് അവർ കൊണ്ടുവരുന്ന തട്ടിക്കൂട്ട് സർവേകളുടെ ഒരു പ്രളയകാലമായിട്ടാണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് മാറിയിരിക്കുന്നത്. എല്ലാവരും കാശുണ്ടാക്കുന്നു, സർവേ ടീമുകളും കാശുണ്ടാക്കുന്നു. കഴിഞ്ഞ ആഴ്ച സർവേ ചെയ്ത് ഞങ്ങൾ പറയുന്നു UDF വരുമെന്ന്, ഈ ആഴ്ച സർവേ ചെയ്തപ്പോൾ ഞങ്ങൾ പറയുന്നു LDF വരുമെന്ന്, അതിൻ്റെ ഏറ്റവും അവസാനത്തെ ആഴ്ച ഞങ്ങൾ സർവേ ചെയ്ത് പറയുന്നു UDF വരുമെന്ന്. എങ്ങനെയാണ് ഈ ട്രെൻഡ് ഇങ്ങനെ മാറി മാറി വളരെ വല്ലാത്ത രീതിയിൽ മാറി വരുന്നത്? തീർച്ചയായും എന്തായാലും ഈ സർവേകളെ സംബന്ധിച്ച് സർവേ നടത്തുന്നവർക്കുള്ള ഒരു കോഡ് ഓഫ് കോണ്ടാക്റ്റ് ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരണം. ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ്, ഇത്ര മാൻ പവർ, സ്റ്റാഫ് പാറ്റേൺ, ഇങ്ങനെ പ്രൊഫഷണൽ സ്റ്റാഫ് പാറ്റേൺ ഉണ്ടായിരിക്കണം, ഇത് നടത്തി പരിചയമുണ്ടായിരിക്കണം. അങ്ങനെ ഒരു യാഡ് സ്റ്റിക്ക് കൂടി ഇലക്ഷൻ കമ്മീഷൻ കൊണ്ടുവരേണ്ട സമയമായി. കണ്ണിൽ കണ്ട എല്ലാവർക്കും സർവേ നടത്താനുള്ള അവകാശം കൊടുക്കരുത്, ഇതൊരു ലൈസൻസ്ഡ് പ്രോഗ്രാം ആക്കേണ്ടതുണ്ട്. അങ്ങനെ കാരണം ജനാധിപത്യത്തിൽ വോട്ടിനെ സ്വാധീനിക്കുന്നത് ഇത്തരം സർവേകളും സ്വാധീനിക്കും. അത് ജനാധിപത്യത്തിനെതിരാണ്. ജനാധിപത്യത്തിൽ ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ഇത്തരത്തിലുള്ള മാൽ പ്രാക്ടീസിലൂടെയുള്ള തെറ്റായ രീതിയിലുള്ള പെയ്ഡ് സർവേകൾ വരുന്നത്. ജനാധിപത്യത്തെ പരിമിതപ്പെടുത്തും, ആളുകളിൽ ആശയക്കുഴപ്പമുണ്ടാക്കും എന്നുള്ളത് കൊണ്ട് തന്നെ എത്ര ഏജൻസി ആയിക്കോട്ടെ, പക്ഷേ ഏജൻസികൾക്ക് വളരെ കൃത്യമായ ഒരു ലൈസൻസ് അല്ലെങ്കിൽ റൂൾസ് വയ്ക്കുകയും അതിൽ യാഡ് സ്റ്റിക്ക് നിശ്ചയിക്കുകയും ചെയ്യേണ്ടത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ വളർച്ചയ്ക്കാണ്. അല്ലെങ്കിൽ വാളെടുത്തവനൊക്കെ വെളിച്ചപ്പാടെന്നുള്ള നിലയിൽ വഴിയെ പോണവനൊക്കെ കയറി അഭിപ്രായം പറയും. ഈ സർവേകളുടെ മാന്യത തന്നെ ഇല്ലാതാക്കും. അക്കാഡമിക് റിസർച്ച് സർവേകളുടെ ഒരു വലിയ മേന്മയുള്ള ഒരു അക്കാഡമിക് ലോകമുണ്ട്. അവിടെ ഈ പറഞ്ഞതുപോലെ ഉടായ്പ സർവേകൾ നടത്തി, പെയ്ഡ് സർവേകൾ നടത്തി അവരവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ, അവരവർക്ക് ഇഷ്ടപ്പെട്ട പാർട്ടികളെ പ്രൊജക്റ്റ് ചെയ്യുന്ന ഒരുതരം നാലാംകിട പരിപാടി, രാഷ്ട്രീയ പരിപാടിയാണ് ഈ ജനാധിപത്യത്തിൽ നടക്കുന്നത്. അത് പ്രോത്സാഹനകരമല്ല, അതൊരു കാരണവശാലും അനുവദിക്കാവുന്നതല്ല. ഇലക്ഷൻ കമ്മീഷൻ കൃത്യമായി ഇതിനകത്ത് നടപടിയെടുക്കേണ്ടതാണ്.